വിദ്യാർത്ഥികൾക്ക് വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദ മാജിക് മിററാണ്. അതിലെ ആദ്യത്തെ 2 പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുവരെയുള്ള കഥകളൊക്കെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കണ്ടത് അരുണും അമ്മും 2 സഹോദരങ്ങൾ. അവർ തട്ടിമ്പുറമൊക്കെ ഒന്ന് കയറി പരിശോധിക്കുന്നു. അവിടെ ഒരു മിറർ കാണുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. അതുവരെയാണ് കണ്ടത്. ഇപ്പോൾ ബാക്കി പേജ് നമ്പർ 17 അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് തൊട്ട് ബാക്കി പഠിക്കാം. അപ്പോൾ തുടങ്ങാം. സഡൻലി ദേ ഫൗണ്ട് ദെംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. അപ്പോൾ ആ കണ്ണാടിക്കുള്ളിലൂടെ കയറി അവരെവിടെ എത്തിപ്പെട്ടെന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ച് സ്പീഡിന് പോവുകയാണ്. സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേ ഫൗണ്ട് ദെംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. അപ്പോൾ അവരെവിടെയാണ് എത്തപ്പെട്ടത്? ആ കണ്ണാടിക്കുള്ളിലൂടെ കയറി അവരെത്തപ്പെട്ടത് ഒരു കാട്ടിലാണ്. ഇറ്റ് വാസ് ക്വയറ്റ് ഡാർക്ക്. ഡാർക്ക് എന്ന് വെച്ചാൽ ഡാർക്ക് നമുക്കറിയാം, ഇരുട്ട്. അപ്പോൾ നമ്മൾ ആ തട്ടിമ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇതേ വാക്ക് പറഞ്ഞാണ്, ഡാർക്ക് ആൻഡ് ഡസ്റ്റി. അപ്പോൾ ഇവിടെയും പറയുന്നു ഇറ്റ് വാസ് ക്വയറ്റ് ഡാർക്ക്. നല്ല ഇരുട്ടായിരുന്നു, കാടല്ലേ, അപ്പോൾ ഇരുട്ട് കാണും. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇരുട്ട് തോന്നിയത്? ദ ലീവ്സ് എന്ന് വെച്ചാൽ ഇല, ചെടിയുടെ ഇലയില്ലേ. അപ്പോൾ ലീവ്സ് ഓഫ് ദ ട്രീസ്, ലീവ്സ് എന്ന് വെച്ചാൽ ഇലകൾ, മരത്തിൻ്റെ ഇലകൾ എന്ന് വെച്ചാൽ ഓവർഹെഡ് എന്ന് വെച്ചാൽ തലയ്ക്ക് മുകളിലുള്ള മരത്തിൻ്റെ ഇലകൾ ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. സൺലൈറ്റിനെ, സൂര്യൻ്റെ വെട്ടത്തിനെ ബ്ലോക്ക് ചെയ്തു, തടഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് തോന്നിയത്. എന്ന് വെച്ചാൽ മൊത്തം ഇങ്ങനെ മരമൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്, ഒന്നും കാണാൻ വയ്യ, മേഘം പോലും കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് തോന്നിയത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വെയർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ് സെഡ് അരുൺ. ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. അപ്പോൾ നമ്മുടെ അരുൺ പറയാണ്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വെയർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്. ഇത് നമ്മൾ ബുക്കുകളിലൊക്കെ കാണും പോലെ ഉണ്ട്, ചില മാന്ത്രിക കഥകളിലൊക്കെ കാണും പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഫെയർ ടീൽസ് കണ്ടിട്ടില്ലേ, അതിൽ ഉള്ള പോലെ ഉണ്ട് എന്ന് അരുൺ പറയുന്നു. ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. അല്ലെങ്കിൽ എക്സൈറ്റിംഗ് എന്നുള്ള വാക്കിന് താല്പര്യമുണ്ടെത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്, താല്പര്യം ഉണ്ടാക്കുക. ഇതിപ്പോൾ നമുക്ക് അത്ഭുതമുള്ളതായിരിക്കുന്നു, അങ്ങനെ പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ദേ ഫൗണ്ട് ദെയർ വേ ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഇൻ ടു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. അപ്പോൾ അവർ ആ കാടിൻ്റെ അകത്ത് തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ, ഒന്നാമതേ ഇരുട്ട്. അപ്പോൾ അവരെന്തായാലും പുറത്തേക്ക് നടന്നു. പുറത്തോട്ടുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് നടന്ന് അവരെവിടെ എത്തി? ഒരു ഫീൽഡിലെത്തി. ഫീൽഡെന്ന് വെച്ചാൽ പാടം, നെൽപ്പാടമല്ല കേട്ടോ, ഇവിടെ എന്തോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. ഇപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണൂലേ, മൊത്തം പൂക്കളാണ്, വയലിലൊക്കെ പൂക്കൃഷിയില്ലേ, അതേ കണക്ക് ഇവിടെയും ആ പാടത്ത് മൊത്തം എന്തുവാണ്? ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. ഫ്ലവർ ചുവന്നയും നീലയും കളറിലൊക്കെ ഉള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ പാടങ്ങൾ മൊത്തം. ബട്ടർഫ്ലൈസ് വെയർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ, വെയർ ഫ്ലിറ്റിംഗ് എന്തുവാണ്? ഫ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ പൂമ്പാറ്റ പിന്നെ എന്തുമായിരിക്കും ചെയ്യണത്? പറന്ന് നടക്കുക. അത് തന്നെ ഫ്ലിറ്റിംഗ് എന്ന് വെച്ചാൽ പറന്ന് നടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പൂക്കളിലായിട്ട് ഇങ്ങനെ മാറി മാറി പറന്ന് കിടന്ന് തേനൊക്കെ കുടിച്ച് നടക്കുകയാണ്. ദ ഫീൽഡ്സ് വെയർ ലിറ്റ് ബൈ ദ ഈവനിങ് സൺ. അപ്പോൾ മൊത്തത്തിൽ ഇവർ ഈ കാടിൻ്റെ പുറത്ത് കിടന്നപ്പോഴത്തേക്കും നല്ല വെട്ടമൊക്കെ ഉണ്ട്, സൂര്യൻ്റെ പ്രകാശമൊക്കെ ഉണ്ട്. അപ്പോൾ ദ ഫീൽഡ്സ് വെയർ ലിറ്റ് ബൈ ദ ഈവനിങ് സൺ. അപ്പോൾ വൈകുന്നേരത്തെ സൂര്യൻ്റെ ഒരു ചൂടിൽ ഫീൽഡൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്തിരി ചെറിയൊരു ചൂടൊക്കെ അടിച്ചു തുടങ്ങി ഇവർക്ക്. സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവിടെ ഫീൽഡിൽ സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. നോക്കിയപ്പോൾ അവിടെ ഒരു കുതിര നിൽക്കുന്ന കണ്ടു. ഇവർ രണ്ടുപേരും കൂടെ നോക്കിയപ്പോൾ ആ ഫീൽഡിൽ, ആ പാടത്ത് ഒരു കുതിര നിൽക്കുന്നു. എങ്ങനെയുള്ള കുതിര? അതിന് പ്രത്യേകതയുണ്ട്. വിത്ത് സിൽവർ വിങ്സ്, ചിറകുകളുള്ള കുതിര. സിൽവർ എന്ന് വെച്ചാൽ വെള്ളി ചിറകുകളുള്ള ഒരു കുതിര അവിടെ നിൽക്കുന്നു. വാവ്, ഇറ്റ് ഈസ് പെഗാസസ് ദ വിങ്ഡ് ഹോഴ്സ്.
എക്സ്ക്ലെയിംഡ് അമ്മു. അപ്പോൾ അമ്മുവിന് പെട്ടെന്ന് അങ്ങ് എക്സ്ക്ലെയിംഡായി എന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ടു പോയി. കണ്ട് ഭയങ്കര താല്പര്യം, ഭയങ്കര സന്തോഷത്തോടെ പറയാണ്, വാവ്, ഇറ്റ് ഈസ് പെഗാസസ്. പെഗാസസ് എന്ന് വെച്ചാൽ പറക്കുന്ന കുതിര. അതിനാണ് പെഗാസസ് എന്ന് വെച്ചാൽ പറക്കും കുതിര. ദ വിങ്ഡ് ഹോഴ്സ്, ചിറകുകളുള്ള നമ്മുടെ പറക്കുന്ന കുതിരയാണിത്. നമ്മൾ ഈ കഥകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, വല്ല മാലാഖമാർ വരണത് അങ്ങനെയൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഇവിടെ കേട്ടോ. ദേ വാക്ക്ഡ് ടുവേഡ്സ് ഇറ്റ് ആൻഡ് പെഗാസസ് റൈസ്ഡ് ഇറ്റ്സ് ഹെഡ്. അപ്പോൾ ഇതിനെ കണ്ടുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പെഗാസസിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ആ പറക്കുന്ന കുതിരയുടെ അടുത്തേട്ട് നടന്നു. പെഗാസസ് റൈസ്ഡ് ഇറ്റ്സ് ഹെഡ്. പെഗാസസ് അതിൻ്റെ ഹെഡ്, തല റൈസ് ചെയ്യുമെന്ന് വെച്ചാൽ റൈസ്ഡ് എന്ന് വെച്ചാൽ RICE റൈസ്, നമ്മുടെ അല്ലാത്ത അരി എന്നുള്ള റൈസ്, ധാന്യം. ഇത് RISE റൈസ് ചെയ്യാന്ന് വെച്ചാൽ ഉയർത്തുക. അപ്പോൾ തല ഉയർത്തി നോക്കി പെഗാസസ്. ഹു ആർ യു ആസ്ക്ഡ് പെഗാസസ്. അപ്പോൾ നമ്മുടെ പെഗാസസിന് സംസാരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അത് ചോദിക്കുകയാണ്, ആ കുതിര ചോദിക്കുകയാണ്, ഹു ആർ യു, നിങ്ങൾ ആരാണ്? അരുൺ ആൻസേർഡ് ഷൈലി. അപ്പോൾ അരുൺ ഒരു നാണത്തോടെ പറയാണ്, ഷൈലി എന്ന് വെച്ചാൽ നാണത്തോടെ പറയാണ്, ഐ ആം അരുൺ ആൻഡ് ദിസ് ഈസ് അമ്മു. അപ്പോൾ അരുൺ പറഞ്ഞു, ഞാൻ അരുൺ, ഇതെൻ്റെ സഹോദരി. ആരാണ്? അമ്മു. പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. അപ്പോൾ പെഗാസസ് രണ്ടുപേരെയും ക്യൂരിയസ്ലി എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ നോക്കി. അപ്പോൾ രണ്ടുപേരെയും പെഗാസസ്, ആ കുതിര ശ്രദ്ധയോടെ നോക്കി. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ലുക്കിൽ നോക്കേണ്. വേർ ഡിഡ് യു കം ഫ്രം, പെഗാസസ് ആസ്ക്ഡ്. അപ്പോൾ പെഗാസസ് ചോദിച്ചു, വേർ ഡിഡ് യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? വി കെയിം ത്രൂ എ മാജിക് മിറർ സെഡ് അമ്മു. അപ്പോൾ അവരുള്ള കാര്യം പറഞ്ഞു, എങ്ങനെയാണ് വന്നത്? വി കെയിം ത്രൂ എ മാജിക് മിറർ, നമ്മളൊരു മാജിക് മിററിൻ്റെ അകത്തൂടെ കയറിയാണ് ഇവിടെ എത്തിയത്. വെൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ് സെഡ് പെഗാസസ്. പെഗാസസ് കേട്ടിട്ടുള്ള, അത് കൊള്ളാലോ, ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല ഇങ്ങനൊരിത്. ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്, ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം സെഡ് പെഗാസസ്. അപ്പോൾ പെഗാസസ് പിന്നെ വീണ്ടും പറയാണ്, ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്, അധികം ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നേരെ ഇരുട്ടും. സൂണെന്ന് വെച്ചാലും പെട്ടെന്ന്, സഡൻലി പെട്ടെന്ന്, സൂണും പെട്ടെന്നൊന്ന് എടുത്താൽ മതി ഇവിടെ. ഐ ഹാഡ് ബെറ്റർ ടു ഗോ ഹോം, ഇപ്പോൾ വീട്ടിൽ പോകാനുള്ള സമയമായി. അപ്പോൾ പെഗാസസ് അങ്ങനെയാണ് പറയണം, ഇനിയിപ്പോൾ ഇവിടെ നിന്ന സമയം താമസിക്കും, ഇരുട്ടും, അതിനു മുമ്പ് വീട്ടിൽ പോവാം. ക്യാൻ വി കം ടു ആസ്ക്ഡ് ദ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും കൂടെ ചോദിക്കുകയാണ്, ക്യാൻ വി കം ടു, നമ്മളും കൂടെ വന്നോട്ടെ, നമ്മളല്ലാതെ ഈ ഇരുട്ടത്ത് നിന്ന് നീ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇവിടെ എത്തി, ആ കണ്ണാടിക്കുള്ളിലൂടെ കയറി ഈ സ്ഥലത്തെത്തി, പരിചയമില്ലാത്ത സ്ഥലം, അപ്പോൾ നമ്മളും കൂടെ പെഗാസസിൻ്റെ വീട്ടിലോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക്. അപ്പോൾ നമ്മുടെ പെഗാസസ് പറഞ്ഞു, ഓഫ് കോഴ്സ്, തീർച്ചയായും, ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക്, എൻ്റെ പുറത്ത് കയറിക്കോളൂ. പെഗാസസ് പറഞ്ഞു. ദേ സ്ക്രാമ്പിൾഡ് ഓൺ ടു പെഗാസസ് ബാക്ക്. അപ്പോൾ രണ്ടുപേരും കൂടെ സ്ക്രാമ്പിൾ ചെയ്തെന്ന് വെച്ചാൽ പെഗാസസിൻ്റെ ബാക്കിലേക്ക് കയറി. ദേ സോർഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അപ്പോൾ ദേ സോർ ചെയ്യാന്ന് വെച്ചാൽ പറന്നു. ദേ സോർഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അപ്പോൾ ഒരു വലിയ മരമൊക്കെ ഉള്ള ഒരു പുൽത്തകിടിയിൽ അവർ ചെന്ന് ലാൻഡ് ചെയ്തു, ഇറങ്ങി. അവിടെ നിന്ന് പറന്ന് ഉയർന്ന് ഒരു മരത്തിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി. അപ്പോൾ അവർ ഏതിലേക്കൂടെയൊക്കെയാണ് പറഞ്ഞതെന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയണത്. ദേ ദെൻ ഫ്ലൂ ത്രൂ എ ഫോറസ്റ്റ്, എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ്. അവസാനം പറന്ന് എവിടെ എത്തി? ഒരു ഫോറസ്റ്റിൻ്റെ മുകളിലൂടെ പറന്നു, ആൻഡ് എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ്. അപ്പോൾ ഫോറസ്റ്റിന് മുകളിലൂടെയും പിന്നെ ആ പാടങ്ങൾക്ക് മുകളിലൂടെയും ഒരു മലയുടെ മുകളിലൂടെയും ഒക്കെ പറന്ന് അവസാനം കോട്ടേജിലെത്തി. ആ കുതിരേര നമ്മുടെ പെഗാസസിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് എത്തി.
എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺഡ് ദ ഡോർ ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം ഇൻ. അപ്പോൾ എ മാൻ ഇൻ എ ബ്ലൂ റോബ്, റോബെന്ന് വെച്ചാൽ കുപ്പായം, തുണി എന്നൊക്കെ ഉള്ള അർത്ഥം, വസ്ത്രം. അപ്പോൾ ബ്ലൂ റോബ് എന്ന് വെച്ചാൽ നീല കുപ്പായമൊക്കെ ഇട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം. ഈ പിള്ളേരെ കണ്ടപ്പോൾ വേറൊന്നും ചോദിച്ചൊന്നുമില്ല, പിറകെ ചെല്ലാൻ പറഞ്ഞു രണ്ടുപേരോടും. ദേ ഫോളോവ്ഡ് ഹിം ടു എ റൂം വേർ ദേ സാ എ മിറർ. ദേ ഫോളോവ്ഡ്, ഫോളോ ചെയ്യുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിന്തുടരുക എന്നാണേ, പിറകെ പോവുക, പിന്തുടരുക. അപ്പോൾ ദേ ഫോളോവ്ഡ് ഹിം ഇൻ ടു എ റൂം വേർ ദേ സാ എ മിറർ. അപ്പോൾ അവർ ആ മിറർ കണ്ട റൂമിലോട്ട്, ഒരു ചെന്ന റൂമിൽ നോക്കിയപ്പോൾ ഒരു മിറർ അവിടെ ഇരിക്കുന്നു. എങ്ങനെയുള്ള മിററാണ്? ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദ മിറർ ഇൻ ദെയർ ആറ്റിക്. അപ്പോൾ അവരെ തട്ടിമ്പുറത്ത് കണ്ട അതേപോലത്തെ മിറർ ഇതാ ഇവിടെ ഇരിക്കുന്നു, സെയിം അതേപോലത്തെ മിറർ. ഇവരുടെ വീട്ടിൻ്റെ തട്ടിമ്പുറത്ത് ഇരിക്കുന്ന മിററും ഇവിടെ ഇരിക്കുന്ന മിററും രണ്ടും ഒരേപോലത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ കയറിയാലും തിരിച്ചു പോകായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ ആൻഡ് യു വിൽ ബി ഹോം സെറ്റ് പെഗാസസ്. അപ്പോൾ പെഗാസസ് പറയാണ് സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ, മിററിൻ്റെ അകത്തോട്ട് കയറിക്കോളൂ, ആൻഡ് യു വിൽ ബി ഹോം, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തും. ഈ മിററിൻ്റെ അകത്തൂടെ കയറിയാൽ മതി, നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പെഗാസസ് പറഞ്ഞു. അപ്പോൾ ദ ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ്. അപ്പോൾ ചിൽഡ്രൻ രണ്ടുപേരും കൂടെ താങ്ക്ഡ് എന്ന് വെച്ചാൽ താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു, പെഗാസസിന് നന്ദി പറഞ്ഞു. കാരണം അവരെ തിരിച്ച് വീട്ടിലെത്തിച്ചില്ലേ, വീട്ടിലെത്തിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തേക്കാണ്. ദേ സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് ഫൗണ്ട് ദംസെൽസ് ബാക്ക് ഇൻ ദ ആറ്റിക്. അപ്പോൾ ദേ സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ മിറർ, അപ്പോൾ രണ്ടുപേരും മിററിലോട്ട് കയറി, ആ കണ്ണാടിക്കുള്ളിലൂടെ കയറി എവിടെ എത്തി? തിരിച്ച് ഫൗണ്ട് ദംസെൽസ് ബാക്ക് ഇൻ ദ ആറ്റിക്. ആറ്റിക് എന്ന് വെച്ചാൽ തട്ടിമ്പുറം, അവരെ പഴയ തട്ടിമ്പുറത്ത് തിരിച്ചെത്തി. അടുത്ത പാരഗ്രാഫ് നോക്കിക്കോ. ആ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫ്, നമ്മുടെ സ്റ്റോറിയിലെ ലാസ്റ്റ് പാരഗ്രാഫാണ്. കുറച്ച് സ്പീഡിനാണ് പോയത്, കഥ അറിഞ്ഞിരുന്നാൽ മതി. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണില്ല ഈ പാഠഭാഗത്തുനിന്ന്. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫേ, ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. അപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു ആൻഡ് സെഡ്. അപ്പോൾ അരുൺ അമ്മുവിനെ നോക്കി എന്നിട്ട് പറയാണ്, ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വഞ്ചർ വി ഹാവ് എവർ ഹാഡ്. നമ്മൾ ഇതുവരെ പോയിട്ടുള്ളതിൽ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വഞ്ചർ ആയിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ, അത്ഭുതകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇപ്പോൾ പോയത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്ന് ഉണ്ടായിട്ടേ ഇല്ല. യെസ് റിയലി അമ്മു സെഡ്. അപ്പോൾ അമ്മു സമ്മതിച്ചു, സത്യം തന്നെ, ഇതുവരെ ഇങ്ങനെ ഇതൊന്നും നടക്കുമെന്ന് ഒരു വിചാരിച്ചല്ല ഇങ്ങനെയൊക്കെ. ദേ ഹേഡ് ദെയർ മദർ കോളിംഗ് ദം. അപ്പോൾ അവർ അങ്ങനെ നിന്നപ്പോൾ എന്ത് കേട്ടു? ഇവിടെ അമ്മ അവരെ വിളിക്കുന്നത് കേട്ടു. ദേ ഗോട്ട് ഡൗൺ ഫ്രം ദ ആറ്റിക് ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ ജസ്റ്റ് ഇൻ ദ ടൈം ഫോർ ഡിന്നർ. അപ്പോൾ രണ്ടുപേരും ആറ്റിക്കിൽ നിന്ന് ഇറങ്ങി, അവിടെ ആ തട്ടിൻപുറത്തു നിന്ന് ഇറങ്ങി കിച്ചണിലോട്ട് പോയി, അടുക്കളയിലേക്ക് പോയി. അപ്പോഴത്തേക്കും എന്തിൻ്റെ സമയമായി? ഡിന്നറിന് സമയമായി, രാത്രി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ദേ ടോൾഡ് ദെയർ മദർ എബൌട്ട് ദെയർ അഡ്വഞ്ചർ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ എവിടെ പോയാലും അമ്മയുടെ ഒന്ന് പറയുമല്ലോ, ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഉടനെ അമ്മമാരുടെ അടുത്തൊക്കെ പറയും. അതേപോലെ തന്നെ ഇവരും ചെയ്തു. എന്തോന്ന് പറഞ്ഞു? ദേ ടോൾഡ് ദെയർ മദർ എബൌട്ട് ദെയർ അഡ്വഞ്ചർ. ടോൾഡ് എന്ന് വെച്ചാൽ പറയുക, സെഡ് എന്ന് പറഞ്ഞാൽ പറയുക, ടോൾഡ് പറഞ്ഞു എന്നുള്ള അർത്ഥം. ദേ ടോൾഡ് ദെയർ മദർ, അപ്പോൾ അമ്മയോട് പറഞ്ഞു, എബൌട്ട് ദെയർ അഡ്വഞ്ചർ, അവർ പോയ അവരിപ്പോൾ നടത്തിയിട്ട് വന്ന ആ യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട് വന്നു. ആ കണ്ണാടിക്കകത്തൂടെ കയറിയതും ഈ പെഗാസസിനെ കണ്ടതും എല്ലാം പറഞ്ഞു. ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. പക്ഷേ അമ്മ വിശ്വസിച്ചില്ല. പിള്ളേരല്ലേ പറയണ, ഒന്നാമത് പിള്ളേരാണ് പറയണ, പിന്നെ ഇതൊന്നും നടക്കാനേ സാധ്യതയില്ലാത്ത കഥയാണ്. ഒരാൾ ഈ കണ്ണാടിക്കകത്തൂടെ കയറിപ്പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും വിശ്വസിച്ചില്ല. വെൻ ദേ
went to bed, they dreamed of going through the mirror and having more exciting adventures. When they went to bed, അപ്പോൾ കിടക്കാൻ നേരമായപ്പോൾ they dreamed on going through the mirror. അവർ സ്വപ്നം കാണാൻ തുടങ്ങി. എന്തെന്ന്? ഓഫ് ഗോയിങ് ത്രൂ ദ മിറർ. പിന്നെയും ആ കണ്ണാടിക്കുള്ളിലൂടെ കയറി പോകുന്നതായിട്ട് സ്വപ്നം കാണാൻ തുടങ്ങി. ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. വീണ്ടും പുതിയ പുതിയ സ്ഥലങ്ങളിലെത്തുന്നതും പുതിയ പുതിയ കാഴ്ചകൾ കാണുന്നതുമായിട്ടൊക്കെ അവർ സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാഠഭാഗം. നമ്മുടെ പാഠത്തിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞു, ഇതൊരു എക്സ്റ്റെൻഡഡ് റീഡിങ്ങിനായിട്ടുള്ള പാഠമാണ്, അധിക വായനയ്ക്കായിട്ട് തന്നിരിക്കുന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട, എന്നാൽ നമുക്ക് വായിച്ച് പഠിക്കാനായിട്ട് തന്നേക്കുന്ന ഒരു പാഠഭാഗം. ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇതിലാകെ 2 ചോദ്യമേ തന്നിട്ടുള്ളൂ. ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനും പിന്നെ രണ്ടാമത്തത് ആ കഥയിലെ സന്ദർഭങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്, അതിനെ ഓർഡറിലാക്കാനും ക്രമപ്പെടുത്തി എഴുതാൻ. അത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കുക, കുട്ടികൾ സ്വയം തന്നെ ചെയ്യുക. എന്നിട്ട് സംശയമുള്ളതെങ്കിൽ ചോദിക്കുക. നന്ദി.